ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പോയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ആൻഡമാനിലെ വണ്ടൂർ ബീച്ച്. അപ്പോൾ ആ ബീച്ചിൽ എന്താ ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ ഒരു വൈകുന്നേരം അവധി ദിവസമല്ലേ, അപ്പോൾ എന്തായാലും കുറച്ചൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ വന്നതാണ്. അപ്പോൾ നമ്മുടെ കൂടെ 2 ഫാമിലി ഉണ്ട്. ഒന്ന് രശ്മിയച്ചിയുടെ ഫാമിലിയും അതേപോലെ സ്വപ്നച്ചിയുടെ ഫാമിലിയും. അപ്പം നമ്മുടെ മെയിൻ അജണ്ട വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ അവധി ആയതുകൊണ്ട് നേരത്തെ ഒന്ന് ഇറങ്ങിയേക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്തേക്കാം എന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആ ഒരു ഉച്ച ഊണെല്ലാം കഴിഞ്ഞ് കുളിച്ചെല്ലാം ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വന്നത്. അതിന് ശേഷം ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് നേരെ പോകേണ്ട ഒരു അമ്പലത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബീച്ചിൽ വന്നപ്പോൾ എല്ലാവരും ഈ ഒരു വേഷത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സൺസെറ്റ് ആവാൻ പോകുന്നൊരു സമയമായിരുന്നു, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടൂർ ബീച്ചിൻ്റെ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ നടക്കാമോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ സുനാമിയുടെ സമയത്തൊക്കെ വീണ് കിടക്കുന്ന മരങ്ങൾ ഇപ്പോഴും ആൻഡമാനിലെ എല്ലാ ദ്വീപുകളിലും എല്ലാ ബീച്ചുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ബാക്കി അവിടെയുള്ള പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ നടന്നു പോരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീണ് കിടക്കുന്ന ഒരു പടുകൂറ്റൻ മരത്തിൻ്റെ അടിയിലൂടെ ഞങ്ങൾ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നതാണേ. കുട്ടികൾക്ക് സുഖമല്ലേ, വേഗമാവും. നമ്മളെപ്പോലുള്ളവർക്ക് കുനിഞ്ഞ് കമന്ന് കിടന്നൊക്കെ വരണം. അപ്പോൾ അവന് ശമ്പുട്ടനങ്ങ് സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നാലും അവനും കുനിയണം കേട്ടോ, അത്രയും താഴ്ന്നിട്ടാണ്. അപ്പം നമ്മൾ അത്രയും മടങ്ങിയിട്ട് വേണം വരാൻ. കണ്ടോ രഞ്ജേട്ടൻ വരുന്നത് കണ്ടോ. അപ്പോൾ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചാൽ വണ്ടൂർ ബീച്ചിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇതുപോലെ കുറേ മരങ്ങൾ വീണ് കിടക്കുന്ന വേരുകളൊക്കെ ഡിഫൈനായിട്ട് കാണുന്ന രീതിയിലാണ് അവിടുത്തെ മരങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളത്. കാരണം മണ്ണുകളെല്ലാം ഒലിച്ചു പോയി, പല പ്രാവശ്യം മഴയും വെയിലും കടൽ കയറിയും ഇറങ്ങിയും ഒക്കെ ഇപ്പം നമുക്ക് ഒരു നല്ലൊരു ഫോട്ടോ ഫ്രെയിം കിട്ടുന്ന രീതിയിലാണ് അവിടുത്തെ വേരുകൾ ഉൾപ്പെടെ മരങ്ങളുടെ ഈ വീണ് കിടക്കുന്ന കടവൊഴുകി നിൽക്കുന്ന ഈ മരങ്ങളുടെ വേരുകളുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നമുക്കത് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പുറത്തേക്ക് വന്നു. അതിനുശേഷം കുറേ നടന്ന് ഈ അങ്ങോട്ട് ചെല്ലുമ്പോൾ അടുത്ത മരം അതേപോലെ വീണ് കിടപ്പുണ്ട്. അങ്ങനെ എങ്ങനെ പോയാലും കുറേ മരങ്ങളുണ്ട്. നമ്മൾ ഓരോ 10 അടി നടന്നു കഴിയുമ്പോഴും ഓരോ മരങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കുനിഞ്ഞും മണങ്ങിയും നമ്മുടെ നടു ഒരു വഴിയാവും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. എന്തായാലും ഇനി അങ്ങേ അറ്റം വരെ പോകാൻ പറ്റില്ല, കാരണം സൺസെറ്റായി. നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം, നമുക്ക് അമ്പലത്തിൽ പോകണം. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ആൾ നമ്മളെ വിട്ട് ട്രാൻസ്ഫർ പോകാൻ പോകുന്നത് നമ്മുടെ രശ്മി ചേച്ചിയും രഞ്ജിയേട്ടനും അമ്മുക്കുട്ടിയും ആദിക്കുട്ടനും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്നേക്കാം എന്ന് കരുതി. കാരണം ആൻഡമാനിൽ വന്നിട്ട് വണ്ടൂരിൽ വന്നില്ലെങ്കിൽ, ആൻഡമാനിൽ വന്നിട്ടെന്നല്ല, ഒരു 2 വർഷത്തോളം ഇവിടെ നിന്നിട്ട് ഇവിടെ വന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമല്ലേ. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുമ്പ് ഒരിക്കൽ വന്നു പോകാം എന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സ്ലോ മോഷൻ വീഡിയോ വേണം, ഫാസ്റ്റിൽ പോകുന്നത് വേണം, അങ്ങനെ പറഞ്ഞ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു. നല്ലൊരു സമയമാണല്ലേ കൂട്ടുകാരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന. ഇനിയിപ്പോൾ ഇവർ നമ്മളിൽ നിന്ന് ദൂരേക്ക് പോവുകയാണ് എന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഓരോ മൊമെൻറ്റും അങ്ങനെ അയ്യോ ഇനി എപ്പാണെന്നൊരു തോന്നലല്ലേ വരിക. അപ്പോൾ അതേപോലെ അങ്ങനെ ഉള്ളൊരു സമയമായിരുന്നു. നമ്മൾ ഇനിയിപ്പം നിങ്ങളെന്നാ ഇവിടെ കാണുക, അല്ലെങ്കിൽ ഇനിയിപ്പം നമ്മൾ എന്നാ കാണുക, അല്ലെങ്കിൽ ഇനിയിപ്പം ആൻഡമാൻ കാണണമെങ്കിൽ കുറച്ച് പാടാണല്ലോ എന്ന്. നമ്മളിപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടല്ലേ ഇവിടെ ഇത്രയും നാൾ സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും വരാൻ പോകുന്നില്ല. ഇപ്പം പറയുമ്പോൾ പ്രാക്ടിക്കലി പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും വരാം. പക്ഷേ നമ്മളിൽ എത്ര പേര് ആൻഡമാൻ കാണാനായിട്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം ആൻഡമാൻ സ്റ്റേ ചെയ്യാനായിട്ട്, എക്സ്പെൻസീവ് തന്നെയാണ്, അല്ലാന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു എക്സ്പെൻസീവ് വെർഷൻ വിട്ടിട്ട് ശരി നമുക്ക് നാട് കാണണം എന്നുള്ളവർ ഉറപ്പായിട്ടും വരും. അല്ലെങ്കിൽ നമുക്കൊരു ടൂറ് പോകണം, അല്ലെങ്കിൽ ആൻഡമാൻ കാണണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ത്വരയുള്ളവരെന്തായാലും വരും. പക്ഷെ അതല്ലാണ്ട് സാധാരണക്കാരായ നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും ആൻഡമാൻ കാണുക എന്ന് പറയുന്നത്, അപ്പം നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ വെക്കും. അതിനേക്കാട്ടിലും കുറച്ച് പൈസയിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആദ്യം അതൊക്കെ പോയി കാണാം, എന്നിട്ട് കാണാമെന്നല്ലേ വിചാരിക്കും.
പക്ഷെ നമ്മൾ ആ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്ന് പെട്ടതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെയുള്ള സ്ഥലങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോകാനല്ലേ നോക്കുകയുള്ളൂ. കാരണം ഇനി ഒരിക്കൽ കൂടി എന്തായാലും ഒരു 90% പേരും ഇനി ഒരിക്കൽ കൂടി ഒരു ട്രിപ്പായിട്ട് ഇങ്ങോട്ടേ വരില്ല. കാരണം നമ്മൾ 2 വർഷത്തോളം ഇവിടെ നിന്നവരല്ലേ, മാക്സിമം 2, 3, 5 വർഷം നിന്നവരുണ്ട്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും അവർക്ക് ഒരിക്കലും ടൂറായിട്ട് ഇനി ആൻഡമാൻ പോകണം, കാണാത്ത സ്ഥലം ഉണ്ടെങ്കിൽ പോലും പോകണമെന്ന് പ്രതീക്ഷിക്കില്ല. നമുക്കറിയാം എല്ലായിടത്തും ഇത്രയൊക്കെ ഉള്ളൂ എന്നല്ലേ. അങ്ങനെയാണ് കഴിഞ്ഞ ഒരു സമയത്ത് നമ്മൾ ഡിഗ്ലിപ്പൂർ പോയത്. ഇനിയും നമ്മൾ പോയൊരു സ്ഥലമുണ്ട്, ഹാവ്ലോക്കും നീലും. അപ്പം അതിൻ്റെ വീഡിയോസ് എന്തായാലും വരും. ഇപ്പോൾ ഇനി വെക്കേഷനൊക്കെ കഴിഞ്ഞ് ശമ്പുടൻ സ്കൂളൊക്കെ പോയി തുടങ്ങട്ടെ, അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അതല്ലാതെ ഇനിയും കാണാൻ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്കും ബാക്കിയായിട്ട്. അപ്പോൾ ആ സ്ഥലങ്ങളും നമ്മൾ പോകുന്നത് കാണുന്നത് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ വണ്ടൂർ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ വന്നിട്ടുണ്ട്, ഇവർ വന്നിട്ടില്ല, അതുകൊണ്ട് വന്നതാണേ. അപ്പം അതിനുശേഷം കുറേ നടന്ന് ക്ഷീണിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കരിക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ വേണ്ടവർക്ക് ചായ, അങ്ങനെ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണേ. ഏത് അമ്പലമാണെന്നറിയോ? നമ്മൾ ഒരിക്കൽ ഞാനും പ്രജി ശംഭു എല്ലാം കൂടെ ഒരു ശിവരാത്രിക്ക് വന്നിട്ട് അവിടുത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ ദേവിയുടെ ആ ഒരു ശിവൻ്റെ അമ്പലമാണ്, എന്നാലും അവിടുത്തെ ഒരു ദേവിയുടെ വിഗ്രഹമുണ്ട്. ഭയങ്കരമായിട്ട് എൻ്റെ കണ്ണിലിങ്ങനെ ഉടക്കി നിന്നൊരു വിഗ്രഹമാണ്. ആ ഒരു പർട്ടിക്കുലർ ദിവസം അവിടെ ഭയങ്കര മണവും, ആ ഒരു ശിവരാത്രി അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയം അങ്ങനൊരു അമ്പലമായിരുന്നു കേട്ടോ. ആ അമ്പലമാണിത്. ഇന്നിവിടെ കാര്യമായിട്ട് തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്ന് ഉത്സവം ആയിരുന്നുകൊണ്ട്, ശിവരാത്രി ആയിരുന്നുകൊണ്ട് മണ്ണ് വാരി എറിഞ്ഞാൽ താഴെ പോവില്ല, അല്ലെങ്കിൽ മുള്ളുകുത്ത സ്ഥലമില്ല എന്ന് പറയില്ലേ, അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. നല്ല ശിങ്കാരി മേളമൊക്കെ ആയിട്ട് നമ്മുടെ മലയാളികളുടെ അങ്ങനെയായിരുന്നു. അപ്പം ഈ അമ്പലം ഫുള്ള് വൈറ്റ് കളറാണ് കേട്ടോ. ഫുള്ള് അതിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ പൊതുവേ ഫ്രണ്ട്സ് പറയുന്നത് വെള്ള അമ്പലം എന്നാണ്. ഈ അമ്പലത്തിൻ്റെ പേരൊന്നും നമുക്കറിയില്ല, എന്നാലും അടിപൊളി ഒരു അമ്പലമാണ്. അപ്പോൾ ശമ്പുട്ടൻ ഇങ്ങനെ മണി മുട്ടണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാനിങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണേ. സത്യം പറഞ്ഞാൽ പ്രജിയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോഴാണ് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ഫ്രീ ആയിട്ടതൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക. കാരണം അപ്പം എനിക്ക് ശംഭുവിനെ നോക്കേണ്ട കാര്യമില്ലല്ലോ, അവനെ കംപ്ലീറ്റ് പ്രജി നോക്കിക്കോളൂ. ഇതിപ്പോൾ എവിടെ ഓട്ടിപ്പോയിട്ട് അവിടെ തീയുണ്ട്, എവിടെയൊക്കെ വീഴും. ഈ കുട്ടിക്ക് പുറത്തിറങ്ങി വിട്ട് കഴിയുമ്പോൾ ഒരു വെപ്രാളം കാണുമല്ലോ കുട്ടികൾക്ക് ഓടാനായിട്ട്. അപ്പോൾ പുറത്ത് തൊട്ടടുത്ത് റോഡൊക്കെയാണ്. അപ്പം ചേട്ടന്മാരുടെ അടുത്ത് ശംഭുട്ടിനെ പിടിച്ചിരുത്തി കുറച്ച് നേരം അങ്ങനെ. അപ്പോൾ അവർ ആദ്യമായിട്ട് വരുന്ന അമ്പലമാണ്, അവർക്കും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനുശേഷം പൂജയും നമ്മുടെ പുഷ്പാഞ്ജലിയും അർച്ചനയും എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദമൊക്കെ കൊണ്ടുവന്നു. ഞങ്ങളിങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ചേട്ടന്മാരെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലെ നല്ല നെയ്പായസം ഇല്ലേ, അതുണ്ടായിരുന്നു. കടും പായസമല്ല, ഈ കറുത്ത കളറിലെ പായസമല്ല, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലെ നല്ല എണ്ണമെഴുക്കൊന്നും അധികം ഇല്ലാത്ത പോലത്തെ നല്ല അടിപൊളി പായസം. അത് നമ്മളിരുന്ന് അവിടെ ഉണ്ടായിരുന്നത് മൊത്തം കഴിച്ചിട്ടോ, ഓരോ തട്ടങ്ങളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും പേരില്ലേ, അത്രയും പേര് എടുത്തപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു. ഇനി വരുന്നവർക്ക് അവർ വെച്ച് കൊടുക്കും കേട്ടോ, അധികം ഉണ്ട്, നമ്മൾ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ സൗണ്ട് കുറച്ച് കേൾക്കുന്നത് നമ്മുടെ ശമ്പൂട്ടനൊക്കെ ഇവിടെ നിന്ന് ക്യാരം ബോർഡ് കളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ഇവിടെ അമ്പലത്തിൽ വരുമ്പം അമ്പലത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മുടെ നാട്ടിൽ വേറെ അമ്പലത്തിൽ പോയിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. വലിയ കളറില്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു വെച്ചാൽ ഭയങ്കര ടേസ്റ്റ്, നല്ല ചുക്കൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ. നമ്മൾ തട്ടിക്കൂട്ട് പായസമല്ല, അടിപൊളി പായസം. അപ്പോൾ എനിക്ക് ശരിക്കും നാട്ടിൽ ചെന്ന ഫീൽ വന്നു. മക്കളെല്ലാം നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തിനധികം പറയുന്നു, ശമ്പുട്ടൻ മധുരം കഴിക്കാത്ത ശമ്പുട്ടൻ വരെയും കഴിച്ചു എന്നുള്ളതാണ്. പായസം തൊട്ട് നോക്കാത്ത ശമ്പുട്ടൻ വരെ കഴിച്ചു എന്നുള്ളതാണ്. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു, കുറച്ച് നേരം സംസാരിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായോ?